മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും നവമത്രേ. പുതിയ സ്നേഹത്തോടെ, പുതിയ കാരുണ്യത്തോടെ, പുതിയ കരുതലോടെ ദൈവം തൻ്റെ മക്കളായി നമ്മെ നിദ്രയിൽ നിന്ന് ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തിയിരിക്കുകയാണ്. ദൈവം എത്ര വലിയവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നാം അനുദിനം പലതവണ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ ആ ദൈവം സ്നേഹത്തിൽ എത്ര സമ്പന്നനാണ്, തൻ്റെ മക്കളായ നമ്മെക്കുറിച്ച് എത്രയധികം കരുതലുള്ളവനാണ് എന്നതിനെ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ ദിനം കൂടി നമുക്കായി ഒരുക്കി നൽകുന്ന ആ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഒന്നു ചേർന്ന് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം. അവിടുത്തെ പരിശുദ്ധ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായി, അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. തീർച്ചയായും ആ വലിയ ബോധ്യത്തോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്നു ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ തിരുവചനങ്ങൾ കേൾക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാനും ഗ്രഹിക്കാനൊക്കെ നമുക്ക് കഴിവും ശക്തിയുമെല്ലാം നൽകുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ പ്രഭാതത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയാൻ, നമ്മുടെ ബുദ്ധിയെ, ചിന്തയെ, മനസ്സിനെയൊക്കെ വചനത്തിനായി പ്രകാശിപ്പിച്ച് നൽകുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നുചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾ ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ, ഈ വചനങ്ങളുടെ ആന്തരിക സന്ദേശത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളുവാൻ, ഞങ്ങൾ അനുദിന ജീവിത പദങ്ങളിൽ ദൈവത്തിൻ്റെ ഈ കേൾക്കുന്ന വചനങ്ങളെ പ്രായോഗികമാക്കുവാൻ പരിശുദ്ധാത്മാവെ നിങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ വളരെ പ്രത്യേക നിയോഗമായി മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നമുക്കറിയാം മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ഒരുപാട് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ തടവറകളിൽ കഴിയുകയാണ്. അവരെ ഓർത്ത് അവരുടെ പ്രിയ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരുപാട് വേദനയിലാണ്. ഈ ഒരു നിയോഗത്തിൻ്റെ ഗൗരവത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ ദിനം ഈ ബന്ധനങ്ങളിലായിരിക്കുന്ന, ഈ തിന്മയുടെ കെട്ടുപാടുകളിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് മാധ്യസ്ഥം യാചിക്കാം.
പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ ദിനത്തിൻ്റെ വചനം കേൾക്കാനായി പ്രാർത്ഥനയോടെ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ഏകാഗ്രമാക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം കർത്താവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനങ്ങൾ കേൾക്കാം. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങളെപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. അവൻ്റെ അമ്മയും സഹോദരനും അവനെ കാണാൻ വന്നു, എന്നാൽ ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. നിൻ്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നിന്നാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ തിരുവചനങ്ങൾ ശ്രവിച്ചത്. ഏറെ ആത്മാവിൽ ഉണർവ് നൽകുന്ന ഒരു വലിയ ദിശാബോധം നമുക്ക് നൽകുന്ന ഈശോയുടെ മനോഹരമായ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈശോ പറയുന്നു, ആരും വിളക്ക് കൊളുത്തി പീഠത്തിനടിയിലോ പറയ്ക്ക് കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. ഈ ലോകത്തിലേക്ക് വന്ന, ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ പോന്ന പിതാവായ ദൈവം തെളിച്ച ഒരു വിളക്കാണ് യേശു. യേശു തന്നെക്കുറിച്ച് തന്നെയാണ് ഈ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ജെറുസലേം ദേവാലയം കൂടാര തിരുനാളിൽ ആ ദേവാലയം മുഴുവൻ, അതിൻ്റെ പരിസരം മുഴുവൻ പ്രഭാപൂർണമായി പ്രകാശിച്ചു നിൽക്കുമ്പോഴാണ് ആ ദേവാലയത്തിൻ്റെ മോണ്ടളത്തിൽ വന്ന് ക്രിസ്തു അവിടെ തടിച്ചുകൂടിയ അനേകരെ നോക്കി ഈശോ പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രിയമുള്ളവർ, ഈ പ്രകാശത്തെ, ഈ വിളക്കിനെ നമ്മളാരും പറയ്ക്ക് കീഴിലോ പീഠത്തിനടിയിലോ വയ്ക്കരുത്. മറിച്ച് ക്രിസ്തുവാകുന്ന ഈ വിളക്കിനെ നമ്മൾ പീഠത്തിന്മേൽ എടുത്തുയർത്തി വയ്ക്കണം. കാരണം ഈ വിളക്കിലെ പ്രകാശമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ, ലോകത്തിലെ സകല ജനകോടികളുടെയും ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ നീക്കാൻ കഴിവുള്ള പ്രകാശം. ഇത് നമുക്ക് തിരിച്ചറിയാം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ ഈ യേശുവാകുന്ന ഈ ദീപത്തെ നമ്മളെപ്രകാരമാണ് നമ്മൾ വച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പീഠത്തിനടിയിൽ വച്ച അവസ്ഥയിലാണ് യേശു. പലപ്പോഴും പറയ്ക്ക് കീഴിൽ വച്ച ഒരു വിളക്കിൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനം. പ്രിയമുള്ളവരെ, അവനെ എടുത്തുയർത്തി മറ്റുള്ളവർ കാണുക നമ്മൾ വയ്ക്കണം എന്നാണ് വചനത്തിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. പലപ്പോഴും യേശുവിനെക്കുറിച്ച്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഉയർത്തി സംസാരിക്കണം, മറ്റുള്ളവരോട് പങ്കുവെക്കണം. പലപ്പോഴും വിശ്വാസികളായി നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടതൊക്കെ അവനോട് ചോദിച്ച് അവിടത്തോട് അപേക്ഷിച്ച് സ്വന്തമാക്കാനൊക്കെ നല്ല തീക്ഷ്ണമതികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്താൻ, മറ്റുള്ളവരോട് അവനെക്കുറിച്ച് പങ്കുവെച്ച് നൽകാൻ, അവൻ മറ്റുള്ളവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി, കർത്താവായി, നാഥനായി മാറണമെന്ന, അവരുടെ ജീവിതം യേശു വഴിയായി രക്ഷാനുഭവത്തിലേക്ക് വരണം, അവരും ദുഃഖനിരാശകളിൽ നിന്നൊക്കെ അവർ ഓരോരുത്തരും വിമോചനം പ്രാപിച്ച് യേശുവിനാൽ അവരുടെ ജീവിതം, അവരുടെ കുടുംബം അനുഗ്രഹമാകണമെന്ന തീക്ഷ്ണമായൊരു ആഗ്രഹം നമ്മിലുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൽ ജീവിക്കുന്നവരെ വളരെ വിരളമായിട്ട് വിശ്വാസികളുടെ ഇടയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് നമ്മെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തേണ്ട, അത്ഭുതപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് വചനത്തിലൂടെ ഈ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് നൽകുകയാണ്. കർത്താവിൻ്റെ
പ്രകാശം ലോകമെമ്പാടും എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലാൻ തക്കവിധം യേശുവിനെ ഉയർത്താൻ ഈ കാലഘട്ടത്തിൽ അവനെ പീഠത്തിന്മേൽ എന്ന പോലെ ഉയർത്തിപ്പിടിക്കാൻ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം തെരഞ്ഞെടുത്ത് വിളിക്കുകയാണ്. ഈ ദൗത്യത്തിൽ പങ്കുപറ്റുന്ന ഒരുവൻ്റെ ജീവിതത്തെ കർത്താവ് സവിശേഷമാംവിധം ആശീർവദിച്ച് അനുഗ്രഹിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. വലിയൊരു ദൈവവചനം വെളിപ്പെടുത്തി നൽകുന്ന ഈ ആത്മീയ യാഥാർത്ഥ്യത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. പിന്നീട് കർത്താവ് വചനത്തിൽ നമ്മോട് പറയുകയാണ്, മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, വെളിപ്പെടാതിരിക്കുന്ന ഒരു രഹസ്യവുമില്ല. ഇത് ഒരു ആത്മീയ സത്യമാണ്. ഇത് നമുക്ക് തിരിച്ചറിഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ഈ പ്രകാശത്തിൽ നിന്ന്, സ്നേഹ വെളിച്ചത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നകന്നു പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അധപ്പതിച്ചവരായി മാറുന്നത്. നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക് അത് പലപ്പോഴും നന്മയല്ലാതെ തിന്മയായി മാറുന്നത്. പ്രകാശം പരത്താൻ വിളിക്കപ്പെട്ട കടപ്പെട്ട നമ്മുടെ ജീവിതം പലപ്പോഴും ഇരുട്ടിനെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ വ്യാപിപ്പിക്കുന്നവരായി മാറുന്നത് പലപ്പോഴും പ്രിയമുള്ളവരെ നാം പോലും അറിയാതെയാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ ഈ വെളിച്ചത്തെ പ്രസരിപ്പിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. ക്രിസ്തു നമ്മെ കാണുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിശ്വാസ ജീവിത വഴികൾ വളരെ ട്രാൻസ്പെറൻ്റായി ജീവിക്കാൻ പറ്റുക, വളരെ സുതാര്യതയുള്ളവരായി മാറാൻ പറ്റുക. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതിൻ്റെ കാരണം? പലപ്പോഴും ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച്, സഭാ മക്കളെക്കുറിച്ച് ഇന്ന് ജനമധ്യത്തിൽ, ഇന്ന് ലോകസമക്ഷം പലപ്പോഴും വില കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ് പ്രിയമുള്ളവരെ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ സുതാര്യതയുള്ള മക്കളായി ജീവിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. ഇതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹോന്നതമായ വാക്കുകൾ ഓർക്കണം. മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, അവൻ നമ്മെ കാണുന്നു, അവൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്ക്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി എല്ലാം ഒരു പ്രകാശത്തിൽ എന്നപോലെ ആയിരിക്കണം എന്നാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ വചനത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ട മറ്റൊരു വചനത്തെക്കുറിച്ച് കൂടി നമുക്ക് ഏതാനും ചില വാക്കുകൾ കേട്ട് ഈ വിചിന്തനം നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ അമ്മയും അതുപോലെ യേശുവിൻ്റെ പ്രിയ സഹോദരങ്ങളൊക്കെ തിരക്കേറിയ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിനിടയിൽ കാണാൻ വന്നപ്പോൾ ശിഷ്യർ വന്ന് പറഞ്ഞു, ജനക്കൂട്ട നിമിത്തം അവർക്ക് നിൻ്റെ പക്കലേക്ക് വരാൻ കഴിയുന്നില്ല, ദേ നിൻ്റെ അമ്മ, നിൻ്റെ സഹോദരൻ ഒക്കെ നിന്നെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈശോ എങ്ങനെയാണ് പ്രത്യുത്തരിച്ചത്? ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരരും. പ്രിയമുള്ളവർ, ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ നമ്മൾ വ്യക്തിബന്ധങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മസുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതി വലിയ വില നമ്മൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളോട് ചേർത്ത് നിർത്തുമ്പോൾ അത് ദൈവഹിതം അനുസരിച്ചത് നിറവേറ്റുന്നവരല്ല എന്ന് അല്ല എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അത് ദൈവത്തെ ഏറെ വേദനിപ്പിക്കുന്നതായിത്തീരും. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഈ ഓർമ്മപ്പെടുത്തലിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് നമുക്ക് ഈ വചന വെളിച്ചത്തിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ ഒക്കെ ആത്മശോധനയിലൂടെ കണ്ടെത്താം. ദൈവത്തിന് അപ്രിയരായവരല്ല എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാകേണ്ടത്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്നേഹിതനും ആത്മസുഹൃത്തും എല്ലാമായി തീരേണ്ടത്. ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അയോഗ്യ പാപികളായിരുന്നിട്ടും ദൈവമേ, നീ ഞങ്ങളെ അനുദിനം കൃപ ചൊരിഞ്ഞ്, അനുദിനം കരം പിടിച്ച് ഞങ്ങളെ നയിക്കുന്നതിനായി, നടത്തുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവെ,
സ്വർഗത്തിൻ്റെ തിരുഹിതം എന്തെന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് സ്വജീവിത വഴികളിലൂടെ കർത്താവെ, പരസ്യ ജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകി. അവിടുത്തെ ഓരോ വാക്കും പ്രവൃത്തിയും പിതാവായ ദൈവത്തെ, സ്വർഗത്തിൻ്റെ നന്മയെ, സ്വർഗത്തിൻ്റെ സ്നേഹത്തെ ഒക്കെ വെളിപ്പെടുത്തുന്നതായിരുന്നു. നല്ല ഈശോ, ഞങ്ങളും അതുപോലെ ഈ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോ വാക്കും, ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയും, ഞങ്ങളുടെ ഓരോ കാലടികളും അത് ഈശോയെ നിനക്കുള്ള സാക്ഷ്യമാക്കി മാറ്റാൻ, നീയാകുന്ന പ്രകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നതായി തീരാൻ കർത്താവെ, ഞങ്ങളിലേക്ക് നിൻ്റെ കൃപയെ അയക്കണമേ. പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ദൈവത്തിൻ്റെ സ്നേഹപ്രകാശം കൊണ്ട് നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ആത്മാവുകളെ നീ പ്രകാശിപ്പിക്കണമേ. നിരന്തരം ആ ദൈവത്തിൻ്റെ സ്നേഹപ്രകാശത്തിലൂടെ അനുദിന ജീവിതത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങൾ ഓരോരുത്തരുടെ കരം ചേർത്ത് പിടിക്കണമേ. അമ്മ ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം, സഹായം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ ഈശോയോട് പ്രാർത്ഥിച്ച് നൽകണമേ. സകല വിശുദ്ധരെ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ സാക്ഷ്യം നൽകിയതുപോലെ, ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ചതുപോലെ ഞങ്ങളും ഈ കാലഘട്ടത്തിൽ യേശുവിനെ ഉയർത്തുന്നവരായി തീരാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സ്വർഗീയ ദൂതഗണങ്ങളെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.
യേശു മിശിഹായേ, സ്വർഗ്ഗപിതാവിൻ തിരുഹിതം അറിഞ്ഞിടാനിന്നിവർ ആരാധ്യ ബലിവേദിക്കു മുന്നിൽ ഒന്നിക്കുന്നു, നാഥാ ഒന്നിക്കുന്നു, ഒന്നിക്കുന്നു, നാഥാ ഒന്നിക്കുന്നു. കാഴ്ചയേകാം ദൈവമേ, യാഗമാകാം മോദമായി, യാഗവേദിയിൽ സഹനദാസര ഇവർ മാറിയിടാൻ, ഈ യാഗവേദിയിൽ സഹനദാസര ഇവർ മാറിയിടാൻ. ഈ യാഗം സമ്പൂർണ്ണമാകാൻ മനസ്സിൽ തവ സ്നേഹം ധാരയായി ചൊരിയണമേ. കാഴ്ചയേകാം ദൈവമേ, യാഗമാകാം മോദമായി, യാഗവേദിയിൽ സഹനദാസര ഇവർ മാറിയിടാൻ, ഈ യാഗവേദിയിൽ സഹനദാസര ഇവർ മാറിയിടാൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടുമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ആത്മാവിൽ ഒന്നായി നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കത്തോലിക്കാ തിരുസഭയോടും തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോട്, കർദിനാൾമാരോട്, മെത്രാന്മാരോട്, വൈദികരോട്, സകല വിശ്വാസികളോടും ഒന്നായി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ ഉയർത്താം. സ്വർഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. നമ്മെല്ലാവരും ഒരു ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെ യേശുനാമത്തിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ സ്വർഗം നമ്മെ ഉറ്റുനോക്കുന്നുണ്ട് എന്ന വലിയ തിരിച്ചറിവിലായിരുന്നു ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നാം കടന്നുപോകുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖദുരിതങ്ങളിലായിരിക്കുന്ന, നീതി നിഷേധങ്ങളിലായിരിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളെയും അവർ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെല്ലാം യേശു കരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവെ നിൻ്റെ കരുണ അവരിലെല്ലാവരിലേക്കും കരകവിഞ്ഞൊഴുകാൻ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്ക് മാധ്യസ്ഥത്തിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമായി അഭിഷേകം അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങൾ ഇനിയും അർപ്പിക്കുന്ന ദിവ്യബലികളിൽ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, നിങ്ങൾ ചൊല്ലുന്ന നൊവേന, ജപമാല പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങളെ, അപേക്ഷകളൊക്കെ ഏറ്റെടുത്ത് പ്രേക്ഷിത മക്കൾ രാപകൽ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലൊക്കെ തൻ്റെ കരുതലും കരുണയും വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകമാംവിധം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.